നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രസ്റ്റിൽ നിന്ന് ആദ്യം വരുന്ന പാല് ഫോർ മിൽക്ക്, അത് ലിക്വിഡാണ്, വെള്ളം പോലെയാണ് ഒത്തിരി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ഹൈൻഡ് മിൽക്ക്, ലാസ്റ്റ് വരുന്ന പാലാണ് കട്ടിയുള്ള പാല്. ഈ കട്ടിപ്പാല് എന്നാൽ മാത്രമേ കുഞ്ഞിന്റെ വയറിന് അറിയുള്ളൂ, കുഞ്ഞ് ഉറങ്ങുള്ളൂ, തൂക്കം വെക്കത്തുള്ളൂ, വിശപ്പ് മാറുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ബ്രസ്റ്റ് എംപ്റ്റി ചെയ്ത് കൊടുക്കണം. പലരും കുറച്ചൊരു ഒരു ബ്രസ്റ്റ് കൊടുക്കും, കുറച്ചൊരു മറ്റേ ബ്രസ്റ്റ് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു ബ്രസ്റ്റ് എംപ്റ്റി ചെയ്ത് കൊടുക്കണം. എംപ്റ്റി ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ കട്ടിപ്പാല് കിട്ടണമെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും കഴിയണം. 10 മിനിറ്റ് കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കുടിച്ചുമ്പോൾ ബ്രസ്റ്റ് ഓൾമോസ്റ്റ് എംപ്റ്റി ആവും. എംപ്റ്റി ആയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിണർ വറ്റിക്കുന്ന പോലെയാണ്, ഉറവുണ്ടാവും, പാല് വന്ന് വീണ്ടും നിറയും. മനസ്സിലാണ്? നമ്മൾ ആ പാല് കുറച്ചൊരു ഇത് കൊടുത്തു രണ്ടും വറ്റുന്നില്ല, വീണ്ടും കെട്ടിക്കിടക്കുക പാല്, പുതിയ പാല് വരാൻ ഡിലേ വരും, അല്ലെങ്കിൽ പാല് പതൊക്കെ കുറഞ്ഞു വരും. ഓൾവേസ് എംപ്റ്റി ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മറ്റേക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഫീഡിങ് കഴിഞ്ഞു, ഒരു 20 മിനിറ്റ്സ് കുഞ്ഞ് പാല് ഭംഗിയായിട്ട് കുടിച്ചു, കുഞ്ഞിനകത്ത് തോളത്തിട്ട് നമ്മൾ ഗ്യാസ് തട്ടി കൊടുക്കണം, അല്ലെങ്കിൽ തുടയിലെത്തിട്ട് ഗ്യാസ് തട്ടിക്കണം. എത്ര നേരം തട്ടി കൊടുക്കണം? എത്ര നേരം ഫീഡ് ചെയ്തോ അത്ര നേരം കൊട്ടണം എന്നാ പറയുന്നത്. അപ്പൊ മിനിമം ഒരു 5 മിനിറ്റ്, മാക്സിമം 10, 15, 20 മിനിറ്റ് തട്ടിയാലും ഒരു കുഴപ്പമില്ല. അത്രയും തട്ടിയിട്ട് കുഞ്ഞിനെ കിടത്താന്നുള്ളതാണ്. അപ്പൊ കംഫർട്ടബിൾ ആയിരിക്കും. മിക്കവാറും റിഫ്ലക്സും ഗ്യാസും എല്ലാം വലിയ കംപ്ലൈൻസും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കക്കൽ കുറച്ച് കൂടുതലുണ്ടാവും, ഗ്യാസിന്റെ ബുദ്ധിമുട്ട്, രാത്രികളെ കരച്ചില്, ഇതൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും. അപ്പൊ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.